ഹലോ ഹായ് നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി, അതോടൊപ്പം ഹൈപ്പർ ലാപ്സ് ഫോട്ടോഗ്രാഫി. എന്താണ് ടൈം ലാപ്സ്? ടൈം ലാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വളരെ ദൈർഘ്യമുള്ള ഒരു സംഭവത്തെ വളരെ ചുരുക്കി വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഷോർട്ട് കട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ടൈം ലാപ്സ്. നമ്മൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 24 മണിക്കൂറിനെ ചിലപ്പോൾ ഒരു 100 ഫ്രെയിമോ 50 ഫ്രെയിമോ ആക്കി മാറ്റി അത് വീണ്ടും ഒരു സെക്കൻഡിൽ 24 ഫ്രെയിംസ് വെച്ച് പ്ലേ ചെയ്തിട്ട് വളരെ ഫാസ്റ്റാക്കി കാണിക്കുന്ന ഒരു പരിപാടിയാണ് ടൈം ലാപ്സ്. രണ്ടാമത്തേത് ഹൈപ്പർ ലാപ്സ്. ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ലാപ്സിൽ നമ്മൾ ടൈം സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ, ഹൈപ്പർ ലാപ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഡിസ്റ്റൻസ്, അതായത് രണ്ട് അകലവും കൂടി സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഹൈപ്പർ ലാപ്സിൽ ക്യാമറയുടെ മൂവ്മെൻ്റ് ഉണ്ടാവും, അതേപോലെ ടൈം സ്ട്രെച്ച് ആവുകയും ചെയ്യും. അതേസമയത്ത് ടൈം ലാപ്സിൽ ക്യാമറയുടെ ലൊക്കേഷൻ മാറാറില്ല. ക്യാമറയിലൊരു ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ടെങ്കിലും ലൊക്കേഷൻ മാറാറില്ല. ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ക്യാമറ ഫ്രെയിം മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഹൈപ്പർ ലാപ്സും ടൈം ലാപ്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ മാജിക് ലാൻറ്റേൺ തന്നെയാണ്. മാജിക് ലാൻറ്റേൺ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയി കാണുകയാണെങ്കിൽ ഇതുവരെ മാജിക് ലാൻറ്റേൺ എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വ്യക്തമായൊരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് ക്യാമറ സെറ്റിങ്സിലോട്ട് വരാം. നമ്മൾ ക്യാമറയിൽ ഓരോ പ്രാവശ്യം ഫോട്ടോ എടുക്കുമ്പോഴും നമ്മുടെ ലെൻസിനകത്തുള്ള അപ്പർച്ചറിൻ്റെ മെക്കാനിസം, നമ്മൾ അപ്പർച്ചർ ഡയൽ തിരിച്ചിട്ട് F10, 20 അല്ലെങ്കിൽ 36 വയ്ക്കുമ്പോൾ ലെൻസിനകത്തൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന മൊമെൻറ്റിലാണ് അപ്പർച്ചർ അതിന് എത്രയാണോ നമ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സൈസിലോട്ട് മോട്ടോർ തിരിഞ്ഞ് അവിടെ ആ ഡിസൈഡ് സൈസിലേക്ക് വന്നിട്ട് ഫോട്ടോ ക്ലിക്ക് റിലീസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്നു. അതാണ് ലെൻസിനകത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോർമലി ടൈം ലാപ്സിൽ നമ്മൾ 1000 ഫ്രെയിം 1500 ഫ്രെയിംസ് ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഓട്ടോമാറ്റിക്കിലാണ് നമ്മൾ ഇതിട്ട് വെക്കുക. അപ്പോൾ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. എന്നാൽ കൂടി ഈ ലെൻസിൻ്റെ അപ്പർച്ചർ ഓരോ പ്രാവശ്യം ഇത് ചെറുതാവുകയും ചുരുങ്ങുകയും വലുതാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെൻസിൻ്റെ ആയുസ് കുറയാൻ വേണ്ടി സാധ്യത കൂടുതലാണ് അതിന്. നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കാനൺ ക്യാമറയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ലെൻസിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലെൻസിൻ്റെ ഏതാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അപ്പർച്ചറിലേക്ക് ലെൻസ് ചുരുങ്ങും, ആ ഡിസൈഡ് സൈസിലേക്ക് വരും. അപ്പോൾ അവിടെ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതേ സമയത്ത് ലെൻസിൻ്റെ റിമൂവ് ചെയ്യുന്ന ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് ലെൻസ് ചെറുതായിട്ടൊന്ന് തിരിക്കുക. അപ്പോൾ അതോടുകൂടി ലെൻസിന് ക്യാമറയായിട്ടുള്ള കോൺടാക്ട്സ് കംപ്ലീറ്റ് കട്ടാവും. പിന്നെ ലെൻസ് വെറും ഒരു ഫ്രണ്ടിൽ ഫിക്സ് ചെയ്തൊരു ഡിവൈസ് മാത്രമാണ്. അതിന് ഓട്ടോ ഫോക്കസോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ സ്വിച്ച് മാനുവൽ മോഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വേണ്ട ഫോക്കസ് സെറ്റ് ചെയ്യുക. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ അതിനകത്ത് അപ്പർച്ചർ വാല്യൂ 00 ആയിരിക്കും കാണിക്കുക. അതേസമയത്ത് ലെൻസിനകത്ത് ഓപ്പണിങ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതാണ് അപ്പർച്ചർ അത് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ രണ്ടാമത് നിങ്ങൾക്കത് അവിടെ വെച്ചിട്ട് മാറ്റാൻ പറ്റില്ല. ലെൻസ് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്പർച്ചർ വീണ്ടും മാറ്റാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ മാജിക് ലാൻറ്റേണിൻ്റെ മെനുവിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സ്പോഷറിൻ്റെ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇൻ്റർവെലോമീറ്റർ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് കാണും. അതിൽ നിങ്ങൾ ക്യൂ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സെക്കൻഡ് വേണമെങ്കിലും അതിനകത്ത് സെറ്റ് ചെയ്യാം. 10 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയുള്ള ടൈം ഏതും സെറ്റ് ചെയ്യാം. ഇൻ്റർവെൽ സെറ്റ് ചെയ്യുമ്പോൾ, ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്ലിക്കുകൾ തമ്മിലുള്ള അകലമാണ്. അപ്പോൾ ഇൻ്റർവെൽ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നോർമലി അതിനൊരു റൂളുണ്ട്. നിങ്ങളുടെ ഇൻ്റർവെല്ലിൻ്റെ പകുതി ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പോഷർ ടൈമിൻ്റെ ഇരട്ടി ആയിരിക്കണം ഇൻ്റർവെൽ എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ പകുതി എക്സ്പോഷർ ടൈം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ ഒരു ഫ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് കാണുന്നവർക്ക് കണ്ണിന് ഒരു ബുദ്ധിമുട്ടില്ലാതെ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം അങ്ങനെ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഷോർട്ടായിട്ട് എടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾ ടൈം ലാപ്സ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഫ്ലിക്കറിങ് കൂടുതലായിരിക്കും. അത് കാഴ്ചക്കാർക്ക് അരോചകമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും പരമാവധി ഇൻ്റർവെല്ലിൻ്റെ പകുതി തന്നെ എക്സ്പോഷർ ടൈം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളൊരു 3 സെക്കൻഡ്സിൽ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ 1.5 സെക്കൻഡ്സ് നിങ്ങളുടെ എക്സ്പോഷർ വാല്യൂ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പർച്ചർ കറക്റ്റ് ചെയ്തു, ലെൻസ് ഡിസേബിൾ ചെയ്തു. രണ്ടാമത് ഓട്ടോ ഫോക്കസ് എന്നുള്ളത് മാനുവൽ ഫോക്കസിലോട്ട് മാറ്റി. നമ്മൾ ഷട്ടർ സ്പീഡ് നമ്മൾ ലൊക്കേഷനിലെത്തി അതിനനുസരിച്ച് തീരുമാനിക്കുക. പിന്നെ നിങ്ങൾ ഫയൽ ഫോർമാറ്റിൽ പോയിട്ട് റോയിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ റോ ഒഴിവാക്കിയിട്ട് നിങ്ങളത് JPG കൊണ്ടുവരിക. അതിന് 2 കാരണങ്ങളുണ്ട്. റെയർ കേസിൽ നിങ്ങൾക്ക് റോയിൽ ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മൂവിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, ഒരു സൺസെറ്റൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റോയിൽ ഷൂട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ മൂവി എഡിറ്റ് ചെയ്യുന്നവർക്ക് വളരെ സുഖമാണ്, നല്ല ക്വാളിറ്റി പിക്ചർ കിട്ടുകയും ചെയ്യും. അതേസമയത്ത് നമ്മളൊരു ഹോബിയായിട്ട് ചെയ്യുന്നതാണെങ്കിൽ JPG മാറ്റുക, എക്സ്പോഷർ കറക്റ്റ് ചെയ്തിട്ട് JPG ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെമ്മറി കാർഡിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരു ടൈമിൽ ഒരു 1000 ഫ്രെയിംസ് എടുക്കുന്നുണ്ടെങ്കിൽ നോർമലി ഇപ്പോൾ ഈ ക്യാമറയിലൊക്കെ ആണെങ്കിൽ 27 MB ആണ് ഒരു റോ ഫയൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 32 GB ഒക്കെ കാർഡുകൾ പെട്ടെന്ന് തീർന്നു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് JPG ഫോർമാറ്റിലേക്ക് ഫോർമാറ്റ് സെറ്റ് ചെയ്യാം. പിക്ചർ സ്റ്റൈല് നോർമലി ഞാൻ യൂസ് ചെയ്യാറ് ന്യൂട്രൽ യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ന്യൂട്രൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ അതിൻ്റെ ഇഷ്ടത്തിന് ഒരു ക്യാമറയും ഒരു കളറും ബൂസ്റ്റ് ചെയ്യില്ല. അത് എന്താണോ അതിനകത്ത് സെൻസറിൽ കിട്ടുന്നത് അതുപോലെ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ന്യൂട്രൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അടുത്തത് ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO ഞാൻ ഉപയോഗിക്കുന്നത് 100 അല്ലെങ്കിൽ 200 ആണ്. അതിൻ്റെ മുകളിലോട്ട് പോകാറില്ല. ലൈറ്റിങ്ങിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അത് എക്സ്പോഷർ ട്രയാങ്കിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ അത് സെറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഇവിടെ ലോങ് എക്സ്പോഷർ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ലൈറ്റ് ട്രെയിൽസ് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പരമാവധി ഫ്രെയിമിൻ്റെ ഒരറ്റം നിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ എത്തുന്നതിനുള്ള ഒരു ഷട്ടർ ലെങ്ത്ത് അവിടെ നിങ്ങൾ കൊടുക്കണം, ഒരു എക്സ്പോഷർ ടൈം കൊടുക്കണം. അല്ലെങ്കിൽ ആ വീഡിയോ വരുമ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ട് ഫ്ലിക്കറിങ് പോലെ അനുഭവപ്പെടും. അത് ചില സിറ്റുവേഷനിൽ അത് സാധിക്കണം എന്നില്ല. പിന്നെ ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് Canon 60D വിത്ത് മാജിക് ലാൻറ്റേൺ, അതുപോലെ 50mm 1.8 ലെൻസാണ്. കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് അതിൻ്റെ ഈസി ടു യൂസ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ക്യാമറ ഈ ഒരു കോൺഫിഗറേഷനിൽ എടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഹൈപ്പർ ലാപ്സ് ചെയ്യുന്നവർ ടൈം ലാപ്സിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ക്യാമറ ഒന്നുകിൽ നിങ്ങൾ ഫിസിക്കലി ഒരു കൃത്യമായ ഒരു അളവ് വെച്ചിട്ട് നിങ്ങളുടെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് ക്യാമറ കൃത്യമായി നീക്കി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങളൊരു വാഹനത്തിൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ വണ്ടിയിൽ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് അതിനകത്ത് ടൈം ലാപ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പ്രാക്ടിക്കലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എവറി 5 seconds അല്ലെങ്കിൽ 10 seconds ഇതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു 20 kilometers ഓടുന്നുണ്ടെങ്കിൽ ഒരു 1 kilometer ഓടുന്ന ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് അത്രയും ഏരിയ ഫാസ്റ്റായിട്ട് കാണിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യവും ഹൈപ്പർ ലാപ്സിൻ്റെ. ടൈം ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് നോക്കിയിരുന്നിട്ട് തീർക്കാൻ പറ്റാത്ത ഡിസ്റ്റൻസ് സ്ട്രെച്ചൻ ചെയ്തിട്ട് അത്രയും ടൈം കൊണ്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റി വളരെ സ്പീഡാക്കി കാണിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സംഭവമാണ് ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി. അത് പ്രത്യേകിച്ച് നമ്മൾ പൂ വിരിയുന്നതിൻ്റെ എക്സാക്ട് സ്റ്റെപ്പുകൾ നമുക്ക് നോക്കിയിരുന്നിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതേസമയത്ത് നമ്മൾ ടൈം ലാപ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വ്യക്തമായിട്ട് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് 2 എപ്പിസോഡായിട്ടാണ്. ഒന്ന് പ്രൊഡക്ഷൻ, രണ്ടാമത്തത് പോസ്റ്റ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ക്യാമറയുടെ സെറ്റിങ്സ് കാര്യങ്ങൾ അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ. രണ്ടാമത്തേതിൽ കമ്പ്യൂട്ടറിൽ ഡാറ്റ ലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് പ്രീമിയറിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് എന്നുള്ള ആ കാര്യങ്ങൾ, ഫൈനൽ ഔട്ട് എങ്ങനെയാണ് റെൻഡർ ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ പറയുക. അപ്പോൾ ഇനി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നീങ്ങാം.